ഹലോ ഡിയേഴ്സ്, ക്ലാസ് 4 മാത്സ് യൂണിറ്റ് 4 ഇൻക്രീസിംഗ് നമ്പേഴ്സ് കൂടുന്ന കൂട്ടം ചാപ്റ്റർ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ കാണുക. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി ഓപ്പണിംഗ് ദ ഡോർ. വാതിൽ തുറക്കാം. ധ്വനി വെൻ ടു ഗിച്ചോ പാർക്ക് വിത്ത് ഹെർ മദർ ആൻഡ് ഫാദർ. ധ്വനി ഗിച്ചോ പാർക്കിലേക്ക് പോയി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. ഹെർ ബ്രദർ ധനു ഈസ് ഓൾസോ വിത്ത് ദം. അവളുടെ ബ്രദർ ധനുവും അവളുടെ കൂടെയുണ്ട്. പ്രസ് 2 നമ്പേഴ്സ് വിത്ത് ദെയർ സം 1000 ടു ഓപ്പൺ ദ ഡോർ. എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡോർ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ തുക സം 1000 കിട്ടുന്ന 2 നമ്പേഴ്സ് പ്രസ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ ഡോറ് വാതിൽ തുറക്കാൻ പറ്റൂ. അപ്പോൾ അച്ഛൻ ഫാദർ എന്താണ് പറയുന്നത്? ഹിയർ ഈസ് ദ നമ്പർ വിത്ത് 510. 510 ഇവിടെ ഉണ്ട്. അപ്പോൾ ബ്രദർ പറയുന്നത് 490 ആൻഡ് 10 മേക്ക് 500. 490ഉം 10ഉം കൂടിയാൽ 500 ആകും. വി നീഡ് ഓൺലി 500 മോർ. ഇനി നമ്മൾക്ക് എത്രയേ വേണ്ടൂ? 500 കൂടി മാത്രമേ വേണ്ടൂ അല്ലേ 1000 ആക്കാൻ വേണ്ടി. അപ്പോൾ ധ്വനി എന്ത് പറയുന്നു? ദർ ഈസ് എ 100. 100 വാട്ട് ഡു വി വാണ്ട് നെക്സ്റ്റ്? ഇനി ബാക്കി എത്ര വേണം? 900 കിട്ടിയാൽ മതി അല്ലേ? അപ്പം 100ഉം 900ഉം പ്രസ് ചെയ്താൽ ഇവർക്ക് വാതിൽ തുറക്കാം. പിന്നെ ഏതൊക്കെ നമ്പേഴ്സ് പ്രസ് ചെയ്യാം? ഇനി ഇവിടെ പ്രസ് ചെയ്ത കീസ് ഏതൊക്കെയാണ്? 490 ആൻഡ് 510 പ്രസ് ചെയ്തിട്ട് അവർ ഡോറ് ഓപ്പൺ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ പേയേഴ്സ്. ക്യാൻ യു റൈറ്റ് ദ നമ്പർ പേയേഴ്സ്? നിങ്ങൾക്ക് ഈ നമ്പർ പേയേഴ്സ് എഴുതാൻ സാധിക്കുമോ? എന്താണ്? 1000 സം ആയിട്ട് കിട്ടണം അല്ലേ? തുക 1000 കിട്ടണം. അങ്ങനെ വരുന്ന പേയേഴ്സ് ഓഫ് നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 490ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 1000 ആവുക? 510. നെക്സ്റ്റ് 100 and 900 make 1000. നെക്സ്റ്റ് 793 and 207 make 1000. നെക്സ്റ്റ് 2 നമ്പേഴ്സും കൊടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ 2 നമ്പേഴ്സും കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ്, അതായത് സമ്മ് 1000 തുക 1000 ആയിട്ട് കിട്ടണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് എഴുതുക. 500 and 500. നെക്സ്റ്റ് 750 പ്ലസ് 250 1000 ആണ് അല്ലേ? നെക്സ്റ്റ് 782 and 218. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി സം 1000 തുകയായിട്ട് കിട്ടുക. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ടു ഗെറ്റ് സം 1000. നിങ്ങൾ ബ്ലാങ്കിലെ സ്പേസിൽ ഫില്ല് ചെയ്യുക. 490 പ്ലസ് 10 പ്ലസ് 500 ഈക്വൽ ടു 1000. ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 490 പ്ലസ് ഈ 10ഉം 500ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 510 അല്ലേ? അപ്പോൾ നമ്മൾക്ക് താഴെ എങ്ങനെ എഴുതാം? 490 പ്ലസ് 510 ഈക്വൽ ടു 1000. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണും ഇതുപോലെ ചെയ്യുക. 793 പ്ലസ് 7 പ്ലസ് ഡാഷ് ഈക്വൽ ടു 1000. 793 പ്ലസ് 7 എത്രയാണ്? 800 അല്ലേ? അപ്പോൾ ഈ 800ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 1000 കിട്ടുക? 200. നെക്സ്റ്റ് ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 793 പ്ലസ് ഈ 7 പ്ലസ് 200 അല്ലേ? 7 പ്ലസ് 200 എത്രയാണ്? 207. അപ്പോൾ 793 പ്ലസ് 207 ഈക്വൽ ടു 1000. നെക്സ്റ്റ് 551 പ്ലസ് 9 എത്രയാണ്? 560 അല്ലേ? ഇനി 560നോട് എത്ര കൂട്ടിയാലാണ് 1000 കിട്ടുക? 440 അല്ലേ? അപ്പോൾ 551 പ്ലസ് 449 ആണ് 1000 അല്ലേ? നെക്സ്റ്റ് ബോക്സിൽ നോക്കാം. 800 പ്ലസ് 100 പ്ലസ് 100 1000 ആണ്. നെക്സ്റ്റ് 700 പ്ലസ് 200 പ്ലസ് 100 1000. 600 പ്ലസ് 300 പ്ലസ് 100 എത്രയാണ്? 1000. നെക്സ്റ്റ് 500 പ്ലസ് 400 പ്ലസ് ഡാഷ് 1000. 500ഉം 400ഉം 900 ആയി. അതിൻ്റെ കൂടെ ഒരു 100 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1000 കിട്ടി അല്ലേ? നെക്സ്റ്റ് എന്താണ്? 400 പ്ലസ് 300 പ്ലസ് 300 1000. നെക്സ്റ്റ് എങ്ങനെ എഴുതാം? 600 പ്ലസ് 200 പ്ലസ് 200 1000. 400 പ്ലസ് 500 പ്ലസ് 100 1000. 500 പ്ലസ് 200 പ്ലസ് 300 1000. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദ കാർ ലൈൻ. 9000 10,000 11,000 12,000 13,000 14,000 15,000 16,000 17,000 18,000. നെക്സ്റ്റ് ഷൂട്ടിംഗ് കോർണർ. കുട്ടികൾ ഷൂട്ട് ചെയ്യുകയാണ്. കാൽക്കുലേറ്റ് ദ പോയിൻറ്റ്സ് ഫോർ ഷൂട്ടിംഗ് ആൻഡ് ഫൈൻഡ് ദ വിന്നർ. നിങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ പോയിൻറ്റ്സ് കണ്ടെത്തിയിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യുക. വിജയി ആരാണ് കണ്ടെത്തുക.
എങ്ങനെയാണ് വിജയെ സെലക്ട് ചെയ്യേണ്ടത്? 3 ഷോട്ട്സ് ഫോർ ഈച്ച്. ഒരു കുട്ടിക്ക് എത്ര ഷോട്ട്സേ ചെയ്യാൻ പറ്റൂ? 3 ഷോട്ട്സ് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ഏതിലേക്കാണ് ഷോട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഈ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിലേക്ക് കുട്ടി ഷൂട്ട് ചെയ്യും. ഒരാൾക്ക് 3 തവണ ഷൂട്ട് ചെയ്യാം. ഏത് നമ്പറിലേക്കാണോ ഷൂട്ട് ചെയ്യുന്നത് അതാണ് അവരുടെ പോയിന്റ്. റൈറ്റ് ദ പോയിന്റ്സ് ഈച്ച് ഗോട്ട്. ഓരോരാൾക്കും കിട്ടിയ പോയിന്റ്സ് നിങ്ങൾ കണ്ടെത്തുക. ധനു ഷൂട്ട് ചെയ്തത് ഏതിലേക്കൊക്കെയാണ്? 900, 525. ഈ 3 നമ്പേഴ്സിലേക്കാണ് ധനു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആകെ പോയിന്റ് എത്രയായിരിക്കും? 100 + 900 1000 ആണ് അല്ലേ? ഈ 1000 കൂടെ 525 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 1525. നെക്സ്റ്റ് ധ്വനി ഷൂട്ട് ചെയ്തത് 750ലേക്കും 250ലേക്കുമാണ്. അപ്പം ടോട്ടൽ പോയിന്റ് കിട്ടിയത് 1475 ആണ് ടോട്ടൽ പോയിന്റ് കിട്ടിയത്. അപ്പോൾ മൂന്നാമത്തെ ഷൂട്ടിംഗ് പോയിന്റ് നിങ്ങൾ കണ്ടെത്തുക. ഏതിലേക്കൊക്കെ ഷൂട്ട് ചെയ്തു? 750, 250. ഇത് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 1000 ആയി അല്ലേ? ഈ 1000 കൂടെ എത്ര കൂട്ടണം 1475 ആകാൻ വേണ്ടി? 475 ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഷൂട്ടിംഗ് പോയിന്റ് ഏതായിരിക്കും? 475. നെക്സ്റ്റ് മിനി ഗോട്ട് 1363 പോയിന്റ്സ് ഇൻ 3 ഷോട്ട്സ്. മിനിക്ക് 1363 പോയിന്റ് കിട്ടി 3 ഷോട്ട്സിലും കൂടിയിട്ട്. വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് ഷീ ഹിറ്റ്? ഏതൊക്കെ പോസിബിൾ നമ്പേഴ്സിലേക്കായിരിക്കും അവൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ടോട്ടൽ കിട്ടിയത് 1363 ആണല്ലേ? ഇവിടെ 363ലേക്ക് ഷൂട്ട് ചെയ്തു എന്നിവിടെ കാണിച്ചിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് നിങ്ങൾ ബാക്കി 2 പോയിന്റ്സ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ 1363 ഈ 363 കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും ബാക്കി വരുന്നത്? 1000 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ 2 നമ്പേഴ്സ് 1000 കിട്ടുന്ന 2 നമ്പേഴ്സ് കണ്ടെത്തിയാൽ മതി അല്ലേ? ഏതൊക്കെ 2 നമ്പേഴ്സ് കൂട്ടിയാൽ 1000 ആകും? 750ഉം 250ഉം എഴുതാം അല്ലേ? ഇത് മാത്രമല്ല ഇനിയും നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 1000 വരുന്നത് 100ലേക്കും 900ലേക്കും ഷൂട്ട് ചെയ്യാം അല്ലേ? പിന്നെ ഏതൊക്കെ എഴുതാം? 475 + 525ഉം 1000 ആണല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1000 സമ്മായിട്ട് കിട്ടണം. 1000 സമ്മായിട്ട് കിട്ടുന്ന 2 പേയേഴ്സ് നിങ്ങൾക്കിവിടെ എടുത്തെഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് 363ൻ്റെ കൂടെ ഏതൊക്കെ എഴുതി? 750 + 250 എഴുതി. നെക്സ്റ്റ് സുഹൈൽ ഹിറ്റ് 363 ഇൻ ഓൾ 3 ഷോട്ട്സ്. സുഹൈൽ 363ലേക്ക് തന്നെയാണ് 3 തവണയും ഷൂട്ട് ചെയ്തത്. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഹി ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ അവൻ എത്ര പോയിന്റ് ആയിരിക്കും ആകെ ലഭിച്ചിട്ടുണ്ടാവുക? എന്ത് ചെയ്താൽ മതി? ഈ 363 3 ടൈംസ് കൂട്ടിയാൽ മതി അല്ലേ? 3 തവണ ആഡ് ചെയ്യുക. നമ്മൾക്ക് 363 മനസ്സിൽ 3 തവണ ആഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ കുട്ടികൾ കൂട്ടിയിരിക്കുന്നു നോക്കൂ. എങ്ങനെയാണ് അവർ ആഡ് ചെയ്തത്? 363 അവരെന്ത് ചെയ്തു? 360 ആൻഡ് 3 ആണ് 363 അല്ലേ? 3 എന്നിട്ട് എന്ത് ചെയ്തു? 300 3 തവണ കൂട്ടി എത്ര കിട്ടി? 300 3 ടൈംസ് കൂട്ടിയാൽ 900 കിട്ടും അല്ലേ? 900. ഇനിയോ 60 3 തവണ ആഡ് ചെയ്തു. അപ്പോൾ 180 കിട്ടി. 3 ടൈംസ് കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടി അല്ലേ? അപ്പം മൊത്തം എത്രയാണ്? 900 + 180 + 9 9 8 10. അപ്പോൾ എത്ര കിട്ടി? 1089 അല്ലേ? സുഹൈലിൻ്റെ പോയിന്റ് എത്രയാണ്? 1089. നെക്സ്റ്റ് പസിൽ കോർണർ. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഐ ആം എ 3 ഡിജിറ്റ് നമ്പർ. ഞാനൊരു 3 അക്ക സംഖ്യയാണ്. വിത്ത് ഓൾ ഡിജിറ്റ്സ് ദ സെയിം. ഈ 3 അക്കത്തിൽ 3 ഡിജിറ്റ്സിൽ 3 ഡിജിറ്റ്സ് 3 അക്കങ്ങളും തുല്യമാണ്. ആഡിങ് ദ നമ്പർ 3 ടൈംസ് ആൻഡ് ആഡിങ് 1 മോർ ഗിവ്സ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. പിന്നെന്താണ്? ആഡിങ് ദ നമ്പർ 3 ടൈംസ്. എന്നെ 3 തവണ കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് ആൻഡ് ആഡിങ് 1 മോർ. 3 തവണ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 1 ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പറാണ് കിട്ടുക. അപ്പോൾ ഏതാണ് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 അല്ലേ? 1000. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആരാണ്? ഞാനൊരു 3 അക്ക സംഖ്യയാണ്. 3 ഡിജിറ്റ് നമ്പറാണ്. വിത്ത് ഓൾ ദ ഡിജിറ്റ്സ് സെയിം. എല്ലാ അക്കങ്ങളും തുല്യമാണ്. പിന്നെന്താണ്? ആഡിങ് ദ നമ്പർ 3 ടൈംസ്. എന്നെ 3 തവണ കൂട്ടിയിട്ട് ആൻഡ് ആഡിങ് 1 മോർ. അതിൻ്റെ കൂടെ 3 തവണ കൂട്ടിയിട്ട് കിട്ടിയ സംഖ്യയുടെ കൂടെ 1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1000 ആയിരിക്കും കിട്ടുക. അപ്പം ഞാൻ ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. എങ്ങനെ കാണാം നമുക്ക്? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1000 അല്ല കിട്ടേണ്ടത്. 1000ൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ അല്ലേ? അതായത്
ഈ കിട്ടുന്ന 3 തവണ കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയോട് 1 കൂട്ടിയാലാണ് 1000 കിട്ടുക അല്ലേ? അപ്പോൾ 1000 തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതായിരിക്കും? 999 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? ഈ 999 ആണ് ഏതോ ഒരു നമ്പറിനെ 3 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ 999 ആണ്. ഇതിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണല്ലോ 1000 സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പറായ 1000 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 999നെ 3 ഈക്വൽ പാർട്സ് ആക്കുക. അതായത് 3 തുല്യ ഭാഗങ്ങളാക്കുക. 999നെ 3 ഈക്വൽ പാർട്സ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 999നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ, ഹരിക്കുക. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്തതിന് പകരമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ 999 എങ്ങനെ എഴുതാം? 900 പ്ലസ് 90 പ്ലസ് 9 ആണല്ലോ 999. അപ്പം 900നെ 3 ഈക്വൽ പാർട്സ് എങ്ങനെയാക്കാം? 300 3 ടൈംസ് കൂട്ടിയാലാണ് 900 അല്ലേ? 300 3 തവണ കൂട്ടുമ്പോഴാണല്ലോ 900 കിട്ടുക. ഇനി 90യോ 30 3 ടൈംസ് കൂട്ടുമ്പോഴാണ് 90 ആകുന്നത് അല്ലേ? 30നെ 3 തവണ കൂട്ടുമ്പോഴാണ് 90 ആകുന്നത്. ഇനി 9ഓ 3യെ 3 ടൈംസ് കൂട്ടുമ്പോഴാണ് 9 ആകുന്നത് അല്ലേ? അപ്പോൾ 3ഉം ആഡ് ചെയ്ത് നോക്കുക. എത്രയായിരിക്കും? 333 ആണ് നമ്പർ അല്ലേ? അപ്പോൾ ഹുവാമൈ ഞാൻ ആരാണ്? 333 എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നോക്കാം. അതായത് ഫസ്റ്റ് എന്ത് പറഞ്ഞു? ഐ ആം എ 3 ഡിജിറ്റ് നമ്പർ അല്ലേ? ഞാനൊരു 3 അക്ക സംഖ്യയാണ്. ഇതൊരു 3 അക്ക സംഖ്യയാണ് അല്ലേ? 3 ഡിജിറ്റ് നമ്പറാണ്. പിന്നെന്താണ്? ഓൾ ദ ഡിജിറ്റ്സ് ആർ സെയിം. എല്ലാ അക്കങ്ങളും എല്ലാ ഡിജിറ്റ്സും സെയിം ആണ്, തുല്യമാണ് അല്ലേ? എല്ലാം 3 ആണല്ലോ. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഡിങ് ദ നമ്പർ 3 ടൈംസ്. എന്നെ 3 തവണ കൂട്ടിയിട്ട് 3 ടൈംസ് 333യെ 3 ടൈംസ് കൂട്ടുക. എത്ര കിട്ടും? 999 കിട്ടും അല്ലേ? ഇതിൻ്റെ കൂടെ കൂട്ടിയ നമ്പറിനോട് 1 ആഡ് ചെയ്താൽ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കിട്ടും അല്ലേ? അപ്പോൾ 1000 കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആരാണ്? ഹുവാമൈ 333 ആണ് ഞാൻ. നെക്സ്റ്റ് ഡിഫറെൻറ്റ് വേസ് ടു ആഡ്. വ്യത്യസ്ത രീതിയിൽ സമ്മ കാണുന്നത്, തുക കാണുന്ന ഡിഫറെൻറ്റ് വേസ് ആണ്, വ്യത്യസ്ത മെത്തേഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡു വി ആഡ് 363? നമ്മൾ എങ്ങനെയാണ് 363യെ 363നെ 3 തവണ ആഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? മെത്തേഡ് 1 ഒന്നാമത്തെ രീതിയിൽ നോക്കൂ. 360 പ്ലസ് 3 എന്ന് എഴുതി അല്ലേ? അതിനെ 3 തവണ കൂട്ടി എന്ത് കിട്ടി? 1089 കിട്ടി അല്ലേ? സിമിലർലി ഇതുപോലെ മെത്തേഡ് 2 രണ്ടാമത്തെ രീതിയിൽ ഇതിനെ എങ്ങനെയാണ് കൂട്ടിയതെന്ന് നോക്കുക, ആഡ് ചെയ്തതെന്ന്. വാട്ട് ഇഫ് വി ഈ 300നെ 3 ടൈംസ് ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? 300നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? 60യും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1089 കിട്ടി അല്ലേ? നെക്സ്റ്റ് ഷൂട്ടിംഗ് മത്സരം കഴിഞ്ഞിട്ടില്ല. ലിനി ഹിറ്റ് 363, 475 ആൻഡ് 750. ഹൗ മെനി പോയിൻറ്റ്സ് ഡിഡ് ഷീ ഗെറ്റ്? ലിനി ഹിറ്റ് ചെയ്തത് 363ലേക്കും 475ലേക്കും 750ലേക്കുമാണ്. ഏതൊക്കെയാണ്? 363, 475 ആൻഡ് 750 അല്ലേ? അപ്പം ഇത് 3 നിങ്ങൾ ആഡ് ചെയ്യുക. ഇവിടെ മെത്തേഡ് 1ൽ എങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 363 പ്ലസ് 475 പ്ലസ് 750 എങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത് നോക്കുക. എത്രയാണ് ആൻസർ കിട്ടുക? 1588 ആണ് കിട്ടുന്നത്. ഇനി മെത്തേഡ് 2 രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ആഡ് ചെയ്തതെന്ന് നോക്കുക. വേറൊരു രീതിയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും 1588 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പം ലിനിക്ക് എത്ര പോയിൻ്റാണ് കിട്ടിയത്? 363 പ്ലസ് 475 പ്ലസ് 750 എത്രയാണ് കിട്ടിയത്? 1588 ആണ്. ഹു ഗോട്ട് ദ മോസ്റ്റ് പോയിന്റ്? ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? ലിനിക്ക് തന്നെയാണ് അല്ലേ? 1588 ആണ് ഇതിൽ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അല്ലേ? ലിനി. നെയിം ഓഫ് ദ വിന്നർ? വിജയുടെ പേരെന്താണ്? ലിനി. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പ്ലേയേഴ്സ് ഇൻ ഓർഡർ ഫ്രം ദ 1 വിത്ത് ലീസ്റ്റ് പോയിന്റ് ടു ദ 1 വിത്ത് മോസ്റ്റ് പോയിന്റ്. എന്ത് ചെയ്യുക? ലീസ്റ്റ് പോയിന്റ് കുറഞ്ഞ പോയിന്റിൽ നിന്ന് കൂടിയ പോയിന്റിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക. അതായത് അസെൻഡിങ് ഓർഡറിൽ, പോയിൻറ്റ്സിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പോൾ ഏറ്റവും കുറവ് പോയിന്റ് ആർക്കാണ് കിട്ടിയത്? സുഹൈലിന് അല്ലേ? 1089. നെക്സ്റ്റ് മിനിക്ക് 1363. നെക്സ്റ്റ് ധ്വനിക്ക് 1475. നെക്സ്റ്റ് ധനു 1525. നെക്സ്റ്റ് ലിനി 1588. നെക്സ്റ്റ് വാട്ട് ഈസ് ദ മാക്സിമം പോയിൻറ്റ്സ് വൺ ക്യാൻ ഗെറ്റ് ഇൻ 3 ഷോട്ട്സ്? ഒരാൾ 3 തവണ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടാവുന്ന മാക്സിമം പോയിന്റ് എത്രയായിരിക്കും? ഏത് ഷൂട്ടിംഗ് പോയിന്റിലേക്ക് ഷൂട്ട് ചെയ്താലാണ് കൂടുതൽ പോയിന്റ് കിട്ടാൻ സാധ്യതയുള്ളത്? ഇതാണ് ഷൂട്ടിംഗ് പോയിന്റ് അല്ലേ? അപ്പം ഇതിലുള്ള ഏറ്റവും വലിയ പോയിന്റ്, ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 900 അല്ലേ? അപ്പോൾ ഈ 900ലേക്ക് തന്നെ 3 തവണയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും പോയിന്റ് കിട്ടുക?
3900 ആഡ് ചെയ്യുക. 3900 ആഡ് ചെയ്താൽ എത്രയാണ്? 3 തവണ 900 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 2700 അല്ലേ? അപ്പം മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള പോയിന്റ് എത്രയാണ്? 2700 അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ മാക്സിമം പോയിന്റ്സ് വൺ ക്യാൻ ഗെറ്റ് ഇൻ 3 ഷോട്ട്സ്? 2700. നെക്സ്റ്റ് ക്യൂരിയസ് 1089. 1089ൻ്റെ കൗതുകം നോക്കാം. റൈറ്റ് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ്. അടുത്തടുത്തുള്ള 3 സംഖ്യകൾ 3 നമ്പേഴ്സ് എഴുതുക. ഞാനിവിടെ 1ഉം 2ഉം 3ഉം തന്നെ എഴുതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ എഴുതാം, നമ്പേഴ്സ് എഴുതാം. അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കണം. നെക്സ്റ്റ് റൈറ്റ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യൂസിങ് ഓൾ ദീസ് ഡിജിറ്റ്സ്. ഈ 3 ഡിജിറ്റ്സ് ഉണ്ടല്ലോ, ഈ 3 ഡിജിറ്റ്സ് 1ഉം 2ഉം 3ഉം യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ഏതായിരിക്കും? 321 അല്ലേ? ഇനി റൈറ്റ് ദ സ്മോളസ്റ്റ്, ഏറ്റവും ചെറിയ നമ്പർ ഏതായിരിക്കും? 123 തന്നെയാണ് അല്ലേ? ഫൈൻഡ് ദെയർ ഡിഫറൻസ്. ഇനി എന്ത് ചെയ്യുക? ഈ ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 321. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 123. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. എത്രയായിരിക്കും കിട്ടുക? 1 നിന്ന് 3 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം 2 നിന്ന് 1 കടം എടുത്തു. ഇവിടെ 11 ആയി, ഇവിടെ 1 ആയി അല്ലേ? അപ്പോൾ 11 നിന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 8. ഇനി 1 നിന്ന് 2 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും 3 നിന്ന് 1 കടം എടുത്തു. അപ്പോൾ ഇവിടെ 11 ആയി, ഇവിടെ 2 ആയി അല്ലേ? 11 നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാണ്? 9. 2 നിന്ന് 1 മൈനസ് ചെയ്താൽ 1. 198 ആണ് ഡിഫറൻസ് കിട്ടുന്നത് അല്ലേ? ഫൈൻഡ് ദെയർ ഡിഫറൻസ്. അവിടെ എത്ര എഴുതുക? ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്തു. ഡിഫറൻസ് എത്ര കിട്ടി? 198 കിട്ടി. റിവേഴ്സ് ദ ഡിജിറ്റ്സ് ഓഫ് ദിസ് നമ്പർ. ഇനി 198ന് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. 198 ഇതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്ത് എഴുതാം? ബാക്ക് നിന്ന് മുമ്പോട്ടേക്ക് എഴുതുക അല്ലേ? ഫസ്റ്റിൽ 8 എഴുതുക, പിന്നെ 9 എഴുതുക, പിന്നെ 1 എഴുതുക. അപ്പോൾ എത്രയായിരിക്കും വരിക? 891. ആഡ് ദീസ് 2 നമ്പേഴ്സ്. ഏത് നമ്പേഴ്സ്? ഫസ്റ്റിൽ കിട്ടിയ 198ഉം റിവേഴ്സ് ചെയ്ത് കിട്ടിയ 891ഉം ആഡ് ചെയ്യുക. 198 പ്ലസ് 891. 9, 18, ബാക്കി 1 അല്ലേ? 10. 1089 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 1089 ആണ് കിട്ടുന്നത്. ഡു യു ഗെറ്റ് ദ സെയിം നമ്പർ ആസ് ദ സം ഫോർ എനി 3 ഡിജിറ്റ്സ്? എന്ന് നിങ്ങൾ ഏത് 3 ഡിജിറ്റ്സും അടുത്തടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് 3 ഡിജിറ്റ്സ് ഏത് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്ര തന്നെയായിരിക്കും കിട്ടുക? 1089 തന്നെയായിരിക്കും. നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യുക, ഇതേ സ്റ്റെപ്പ് ചെയ്യുക, നിങ്ങൾക്ക് 1089 തന്നെയായിരിക്കും കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഞാനിവിടെ 6ഉം 7ഉം 8ഉം എടുത്തു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഇനി എന്ത് ചെയ്യുക? റൈറ്റ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ അല്ലേ? ഇത് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 876. സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? 678 അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. അപ്പം 876 മൈനസ് 678 എത്രയായിരിക്കും കിട്ടുക? 198 തന്നെയാണ് കിട്ടുക. ഇനി 198നെ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്ത് എഴുതുക. 891 നേരത്തെ കിട്ടിയത് തന്നെയാണ് അല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള സമ്മ് കാണുക. എത്രയായിരിക്കും കിട്ടുക? 1089 തന്നെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഏത് നമ്പേഴ്സ് ഇതേ രീതിയിൽ ഇതേ സ്റ്റെപ്പിൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് എത്ര തന്നെയാണ് കിട്ടുക? 1089 തന്നെയാണ് കിട്ടുക. ഇതാണ് ക്യൂരിയസ് 1089. 1089ൻ്റെ കൗതുകം. നെക്സ്റ്റ് ഡൈസ് കോർണർ. സീ ദ ഡൈസ് നോക്കൂ. ഷാൾ വി ഓൾസോ പ്ലേ ഡൈസ് ഗെയിം? നമ്മൾക്കൊരു ഡൈസ് ഗെയിം കളിച്ചാലോ? വി ഹാവ് ടു റോൾ ദ 4 ഡിജിറ്റ് ഡൈസ് ആൻഡ് ദ 3 ഡിജിറ്റ് വൺസ് ആൻഡ് ആഡ് ദ നമ്പേഴ്സ്. എന്ത് ചെയ്യുക? 4 ഡിജിറ്റ് ഡൈസിലെ ഒരു നമ്പറും 3 ഡിജിറ്റ് ഡൈസിലെ ഒരു നമ്പറും എടുത്ത് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾക്ക് ഡൈസ് കളിക്കാം. നമ്പേഴ്സ് ധനു ഗോട്ട് ഓൺ റോളിംഗ് ദ ഡൈസ്. ധനു കളിച്ചപ്പോൾ ഇങ്ങനെ ഡൈസ് എറിഞ്ഞ് കളിച്ച സമയത്ത് ധനുവിന് കിട്ടിയ പോയിൻ്റാണിത്. ധനു ഗെറ്റ് ദ സം ഓഫ് 2349 ആൻഡ് 251 ആസ് പോയിൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് ധനുവിന് പോയിൻ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ധനുവിന് പോയിൻ്റ് കിട്ടിയത് ധനുവിൻ്റെ ഫാദർ കാൽക്കുലേറ്റഡ്. അച്ഛൻ എങ്ങനെയാണ് കൂട്ടിയതെന്ന് നോക്കൂ. ഈ 2349 പ്ലസ് 251 ആണല്ലോ കാണേണ്ടത്. അപ്പോൾ അത് ഫാദർ ഈ രീതിയിലാണ് ആഡ് ചെയ്തത്. നിങ്ങൾ നോക്കുക. അപ്പോൾ 2600 കിട്ടി. ഇനി മദർ കാൽക്കുലേറ്റ് ചെയ്ത സ്റ്റെപ്പ് വഴി നോക്കുക. 2600 തന്നെ കിട്ടി. ധനു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? അപ്പോഴും ധനുവിനും 2600 കിട്ടി. ഇനി ധ്വനി കാൽക്കുലേറ്റ് ചെയ്തത് വേറെ
മെത്തേഡിലാണ്. അപ്പോൾ ധ്വനിക്കും കിട്ടിയത് 2600 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമുക്ക് സമ്മ് കാണാം. ആ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളത് നന്നായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഈ മെത്തേഡ്സിലൊക്കെ നിങ്ങൾക്ക് സമ്മ് കാണാം, തുക കാണാം. ഓക്കെ. നെക്സ്റ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, കൂട്ടലും കുറക്കലും. സി ഹൗ ധ്വനി ആഡഡ് അപ്പ് ദ നമ്പേഴ്സ് ഷീ ഗോട്ട് ഫ്രം ദ ഡൈസ്. ധ്വനി എങ്ങനെയാണ് അവൾ ഡൈസ് എറിഞ്ഞ സമയത്ത് ആഡ് ചെയ്ത് നോക്കൂ. വാട്ട് നമ്പേഴ്സ് ഡിഡ് ഷീ ഗെറ്റ്. ഏതൊക്കെ നമ്പേഴ്സാണ് ധ്വനിക്ക് കിട്ടിയത് നോക്കാം അല്ലേ. 5013ഉം അതിൻ്റെ കൂടെ ഏതോ ഒരു ഡൈസ് കൂട്ടിയ സമയത്താണ് എത്ര കിട്ടിയത്? 5413. അപ്പോൾ 3 ഡിജിറ്റ് ഡൈസ് ആയിരിക്കും അല്ലേ. ഇതിൽ ഏത് ഡൈസ് കൂട്ടുന്ന സമയത്താണ് ഈ 5013ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 5413 ആകുന്നത്? നമ്മൾക്ക് മൈനസ് ചെയ്യാതെ തന്നെ നോക്കാമല്ലേ മനസ്സിൽ. അതായത് 5013 ആണുള്ളത്. 5013ൻ്റെ കൂടെ 5413 അല്ലേ. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ കൂട്ടുന്നത്? 400 ആയിരിക്കും അല്ലേ. ഏത് ഡൈസാണ്? 400 ഇവിടെ ഉണ്ട് അല്ലേ. 400 ആഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഡാഷ് പ്ലസ് 343 ഈക്വൽ ടു 3445. ഏതോ ഒരു ഡൈസിൻ്റെ കൂടെ 343 ഡൈസും കൂടെ ഈ 2 പോയിൻ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 3445 ആകുന്നത്. അപ്പോൾ ഏത് ഡൈസ് ആയിരിക്കും? നമ്മൾക്കിത് മനസ്സിൽ കൂട്ടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3445 എന്ന് എത്ര മൈനസ് ചെയ്യുക? 343 മൈനസ് ചെയ്യുക. എത്രയാണ് കിട്ടുക? 2013. 3102 അല്ലേ. അപ്പം ഇതിവിടെ ഡൈസിലുണ്ടോ എന്ന് നോക്കാം. 3102 ഇവിടെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് രണ്ട് നമ്പേഴ്സും തന്നിട്ടില്ല. സമ്മ് 4850 ആണ്. അപ്പോൾ ഏത് രണ്ട് നമ്പേഴ്സ് ഇതിലുള്ള ഈ ഡൈസിലുള്ള ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 4850 ആകുന്നത് നോക്കാം. 4450യും 400ഉം ആഡ് ചെയ്താൽ 4850 ആകും അല്ലേ. നെക്സ്റ്റ് ഡൈസ് 1 4450 പ്ലസ് 400 അല്ലേ. സമ്മ് കാണുക. എത്രയാണ്? 4850. നെക്സ്റ്റ് 2351 പ്ലസ് 343 എത്രയാണ്? 2694. നെക്സ്റ്റ് ഡാഷ് നമ്പർ ഇവിടെ തന്നില്ല. ഫസ്റ്റ് നമ്പർ ഏതൊരു നമ്പറിൻ്റെ കൂടെ 434 ആഡ് ചെയ്യുമ്പോഴാണ് സമ്മ് 5447 ആകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സമ്മിൽ നിന്ന് 5447 മൈനസ് 434 കണ്ടു കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടും. എത്രയാണ് കിട്ടുക? 5013 ആണ് കിട്ടുക. നെക്സ്റ്റ് 5123 പ്ലസ് എത്രയാണ് വേണ്ടത്? 234. എത്ര കിട്ടും? 5357. അതും കാണേണ്ടത് എങ്ങനെയാണ്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 234. നെക്സ്റ്റ് 2349 പ്ലസ് 341 എത്രയാണ്? 2690. നെക്സ്റ്റ് 5013 പ്ലസ് 251 5264. ഓക്കെ. നെക്സ്റ്റ് സ്പോർട്സ് കോർണർ. അവർ ഒരു ഷോപ്പിലാണുള്ളത്. ദേ ബോട്ട് എ ബാറ്റ് ആൻഡ് ബോൾ ഫോർ ധനു ആൻഡ് എ ബൈസൈക്കിൾ ഫോർ ധ്വനി. ധ്വനിക്ക് ഒരു ബൈസൈക്കിളും ധനുവിന് ഒരു ബാറ്റും ബോളും വാങ്ങി. ദ പ്രൈസ് ഓഫ് ദ ബൈസൈക്കിൾ. നിങ്ങൾ ബൈസൈക്കിളിൻ്റെ വില എത്രയാണെന്ന് കാണുക. ദ പ്രൈസ് ഓഫ് ദ ബാറ്റ് ആൻഡ് ബോൾ. ബാറ്റിൻ്റെയും ബോളിൻ്റെയും വില എത്രയാണെന്ന് കാണുക. ഇവിടെ കുറേ റേറ്റിലുള്ള സൈക്കിളും കുറേ റേറ്റിലുള്ള ബാറ്റും ബോളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വില കാണാം? ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നിങ്ങൾ വില കാണേണ്ടത്. എന്താണ് കണ്ടീഷൻ? ഫാദർ ഹാസ് 4000 rupees വിത്ത് ഹിം. ഫാദറിൻ്റെ കയ്യിൽ, അച്ഛൻ്റെ കയ്യിൽ എത്ര രൂപ മാത്രമേ ഉള്ളൂ? 4000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കൊള്ളുന്ന സൈക്കിളും ബാറ്റും ബോളും വേണം വാങ്ങാൻ വേണ്ടി. രണ്ടാളുടെ സൈക്കിളിൻ്റെയും ബാറ്റിൻ്റെയും ബോളിൻ്റെയും വില കൂടിയിട്ട് എത്രയേ ഉണ്ടാകാൻ പാടുള്ളൂ? 4000 കുറവ് അല്ലെങ്കിൽ 4000 മാത്രമേ ആകാൻ പാടുള്ളൂ. അപ്പോൾ ധ്വനിക്ക് 3600 സൈക്കിൾ വാങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? ഇവിടെ ബാറ്റും ബോളും ഒക്കെ അതായത് 4000 ആണല്ലോ അച്ഛൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ 3600 സൈക്കിളിന് ആയിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കയ്യിൽ ബാക്കി 400 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ധനുവിന് ബാറ്റും ബോളും വാങ്ങണമെങ്കിൽ ഈ 400ന് വരുന്ന ബാറ്റും ബോളൊന്നും ഇവിടെ ഇല്ല. 400ൽ കൂടുതൽ വരുന്ന മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ 3600 സൈക്കിള് ധ്വനിക്ക് വാങ്ങാൻ പറ്റില്ല. പിന്നെ ഏത് വാങ്ങാം? 3015 വാങ്ങാം അല്ലേ. പിന്നെ ഏതും വാങ്ങാം? 2990 വാങ്ങാം. 3500 വാങ്ങാൻ പറ്റില്ല. കാരണം എന്താണ്? എല്ലാം 920 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം
ഈ 2 സൈക്കിളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വാങ്ങാൻ പറ്റൂ. നമുക്കിവിടെ 3050 സൈക്കിള് 20ക്ക് വാങ്ങാം. അപ്പോൾ ദ പ്രൈസ് ഓഫ് ദ ബൈസൈക്കിൾ എത്രയാണ്? 3050. ഇനി ദ പ്രൈസ് ഓഫ് ദ ബാറ്റ് ആൻഡ് ബോൾ, ബാറ്റിൻ്റെയും ബോളും വില എത്രയായിരിക്കും? ഏത് ബാറ്റും ബോളും വാങ്ങാം? 920ൻ്റെ ബാറ്റും ബോൾ വാങ്ങാം അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര കിട്ടൂ? 3050 പ്ലസ് 920 എത്രയാകൂ? 1970 മാത്രമേ ആകൂ അല്ലേ? അപ്പോൾ 4000ൽ കുറവാണല്ലോ ഇത്. 3970. പ്രൈസ് ഓഫ് ദ ബൈസൈക്കിൾ 3050. ദ പ്രൈസ് ഓഫ് ദ ബാറ്റ് ആൻഡ് ബോൾ 920. ടോട്ടൽ ദ എമൗണ്ട് പെയ്ഡ് എത്ര എമൗണ്ട് ആയിരിക്കും കൊടുത്തത്? അപ്പോൾ 3970. ഇനി നെക്സ്റ്റ് നിങ്ങൾ കാണേണ്ടത് വാട്ട് ആർ ദ ഓൾ വേസ് ബൈ വിച്ച് ദ എമൗണ്ട് പെയ്ഡ് ബൈ ഫാദർ ക്യാൻ ബി റിട്ടേൺ ആസ് നോട്ട്സ് ആൻഡ് കോയിൻസ്. അതായത് അച്ഛൻ എത്ര രൂപ കൊടുത്തു ഷോപ്പിൽ? 3970 അല്ലേ? ഈ 3970 ഏതൊക്കെ രീതിയിൽ അച്ഛന് നോട്ടുകളും നാണയങ്ങളുമായിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ കൊടുക്കാം? ഫാദറിന് 2000ൻ്റെ ഒരു നോട്ട് കൊടുക്കാം, പിന്നെയോ 500ൻ്റെ 3 നോട്ട്സ് കൊടുക്കാം അല്ലേ? 3 നോട്ടുകൾ കൊടുക്കാം. ഇനി 200ൻ്റെ 2 നോട്ടുകൾ കൊടുക്കാം, 50ൻ്റെ 1 നോട്ടും 20 റുപ്പീസിൻ്റെ 1 നോട്ടും. ടോട്ടൽ എത്രയായി? 3970. ഇനി ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്. ഇനി ഫ്രണ്ടിന് അതായത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിലാണ് എഴുതിയത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? 2000 പകരം എന്ത് ചെയ്യാം? 500ൻ്റെ 4 നോട്ടുകളും കൊടുക്കാം അല്ലേ? 500ൻ്റെ 4 നോട്ട്സ് 2000 പകരമായിട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തം എത്ര നോട്ട്സ് 500 വരും? ഈ 4ഉം ആദ്യത്തെ 3യും അല്ലേ? അപ്പം മൊത്തം 7 500 നോട്ട്സും നെക്സ്റ്റ് 2 200 നോട്ട്സും 1 50 നോട്ട്സും 1 20 നോട്ടും. മൊത്തം എത്രയായി? 3970. ഓക്കെ. നെക്സ്റ്റ് മാജിക് കോർണർ. ഹേ മാജിക്, കം, യു ക്യാൻ ഓൾസോ ഡു മാജിക്. ഐ വിൽ ടെൽ യു വാട്ട് ടു ഡു. വരൂ, യു ക്യാൻ ഓൾസോ ഡു മാജിക്. നിങ്ങൾക്കും മാജിക് ചെയ്യാം. ഐ വിൽ ടെൽ യു വാട്ട് ടു ഡു. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ധനുവോടും ഫാമിലിയോടും പറയുകയാണല്ലേ? അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? നിർദ്ദേശങ്ങൾ. യു റൈറ്റ് എ 4 ഡിജിറ്റ് നമ്പർ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മജീഷ്യൻ ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റിൽ എന്ത് ചെയ്യുക? ഒരു 4 അക്ക സംഖ്യ എഴുതുക. ഐ വിൽ റൈറ്റ് എ നമ്പർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ബോക്സ്. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളൊരു 4 ഡിജിറ്റ് നമ്പർ എഴുതിയതിന് ശേഷം ഞാനൊരു നമ്പർ എഴുതിയിട്ട് ഈ മാജിക് പെട്ടി ഉണ്ടല്ലോ, ആ മാജിക് ബോക്സിലേക്ക് ഞാനൊരു നമ്പർ എഴുതിയിട്ട് ഇടും. ദെൻ ഐ വിൽ റൈറ്റ് എ നമ്പർ ബിലോ യുവേഴ്സ്. ഇനി നിങ്ങൾ എഴുതിയ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പറിൻ്റെ താഴെ ഞാനൊരു നമ്പർ എഴുതും. ദെൻ യു ക്യാൻ റൈറ്റ് അനദർ 4 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഞാനിങ്ങനെ രണ്ടാമത് ഒരു നമ്പർ ഈ മജീഷ്യൻ എഴുതിയല്ലോ, അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് എഴുതാം? വീണ്ടും ഒരു 4 അക്ക സംഖ്യ 4 ഡിജിറ്റ് നമ്പർ എഴുതാം. ഐ വിൽ അഗെയിൻ റൈറ്റ് എ 4 ഡിജിറ്റ് നമ്പർ. അപ്പോൾ മൂന്നാമത് ഇവർ എഴുതിയല്ലേ, അപ്പോൾ അതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യും? ഒരു 4 അക്ക സംഖ്യ 4 ഡിജിറ്റ് നമ്പർ മജീഷ്യൻ എഴുതും. അപ്പോൾ മജീഷ്യൻ പറയുകയാണല്ലേ, ദെൻ യു ആഡ് അപ്പ് ഓൾ ദ 4 നമ്പേഴ്സ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 4 തവണ 4 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതിയല്ലോ. ഫസ്റ്റിൽ ഇവർ ഫാമിലി എഴുതി, നെക്സ്റ്റ് മജീഷ്യൻ എഴുതി, നെക്സ്റ്റ് ഫാമിലി എഴുതി, നെക്സ്റ്റ് മജീഷ്യൻ എഴുതി. അപ്പോൾ ഇങ്ങനെ ഈ 4 നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുക. ദെൻ ഐ വിൽ ഷോ യു ദ നമ്പർ ഐ പുട്ട് ഇൻ ദ ബോക്സ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തുക കാണുമ്പോഴേ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റിൽ എഴുതിയിട്ട് മാജിക് പെട്ടിയിലിട്ടല്ലോ ഒരു നമ്പർ, അപ്പോൾ ആ നമ്പർ ഞാൻ ആ ബോക്സിൽ നിന്ന് എടുക്കും. ആ നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ സമ്മും ഈ 4 നമ്പേഴ്സ് കൂട്ടിയിട്ട് കിട്ടിയ ഈ തുകയും ഞാൻ ഫസ്റ്റിൽ എഴുതിയിട്ട് മാജിക് പെട്ടിയിലിട്ട നമ്പറും സെയിം ആയിരിക്കും. അങ്ങനെ ഇവരുടെ കളി തുടങ്ങി. ഫസ്റ്റിൽ ധനു എഴുതി 4325 എഴുതി. അപ്പോൾ ധനു എഴുതിയതിന് ശേഷം മജീഷ്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഐ വിൽ റൈറ്റ് എ നമ്പർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ബോക്സ്. അതായത് മാജിക് ബോക്സിലേക്ക് ഒരു നമ്പർ എഴുതിയിട്ട് ഞാൻ ബോക്സിൽ ഇടും. ഫസ്റ്റിൽ 4 ഡിജിറ്റ് നമ്പർ എഴുതിയതിന് ശേഷം മാജിക് ബോക്സിലേക്ക് ഞാനൊരു നമ്പർ എഴുതിയിട്ട് ഇടും എന്ന് പറഞ്ഞു. അപ്പോൾ മജീഷ്യൻ ഒരു നമ്പർ എഴുതിയിട്ട് മാജിക് ബോക്സിലേക്ക് ഇട്ടു. ഇട്ട നമ്പർ 19,998 ആണ്. അതിനുശേഷമാണ് മജീഷ്യൻ രണ്ടാമതായിട്ട് ഇവർ എഴുതിയതിന് താഴെ 5674 എഴുതുന്നത്. നെക്സ്റ്റ് വീണ്ടും ധനുവിനോട് എഴുതാൻ പറയുന്നു. ധനു 1408 എഴുതി. നെക്സ്റ്റ് മജീഷ്യൻ എഴുതുന്നു, അതിൻ്റെ താഴെ 8591 എഴുതി. ഇനി ഇവരോട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാൻ കൂട്ടാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ ഇവർക്ക് കിട്ടിയത് 19,998 ആണ്. നിങ്ങളും ആഡ് ചെയ്ത് നോക്കുക. ഈ 4 നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 19,998 ആണ് കിട്ടുക. അപ്പോൾ ഈ കിട്ടിയ നമ്പർ ഫസ്റ്റിൽ തന്നെ, അതായത് ഈ ഒന്നാമത്തെ നമ്പർ എഴുതിയതിന് ശേഷം തന്നെ മജീഷ്യൻ മാജിക് പെട്ടിയിലേക്ക്
എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മജീഷ്യൻ എന്ത് ചെയ്തു, അതിനുശേഷം മാജിക് പെട്ടിയിൽ നിന്ന് ഈ നമ്പർ എഴുതിയിട്ട് ഈ നമ്പർ എടുത്തിട്ട് ഇവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്ക് കിട്ടിയ ഈ സമ്മും ഇയാൾ എഴുതിയിട്ട ഈ സമ്മും സെയിം ആണ് കിട്ടിയത്. എങ്ങനെയായിരിക്കും ഇയാൾക്ക് ഫസ്റ്റിൽ തന്നെ ഈ നമ്പർ ഈ 19,998 എഴുതിയിട്ട് ബോക്സിലിടാൻ സാധിച്ചു? അത് നമുക്ക് നോക്കാം അല്ലേ. എന്താണ് ഇതിലുള്ള മാജിക് ട്രിക്ക്? ഫസ്റ്റിൽ മജീഷ്യൻ ധനുവോട് ഒരു നമ്പർ എഴുതാൻ പറയുന്നു അല്ലേ. ധനു എഴുതി 4,325 എഴുതി. അതിനുശേഷം തന്നെ ഇയാൾ എന്ത് ചെയ്തു, മാജിക് പെട്ടിയിലേക്ക് 19,998 എഴുതിയിട്ട് പെട്ടിയിലേക്ക് ഇട്ടു അല്ലേ. അപ്പോൾ ഈ 19,998 എന്ന് എഴുതിയ ഈ നമ്പർ, ഇയാൾ എഴുതിയ ഈ നമ്പർ 20,000-ൽ 2 കുറഞ്ഞ 2 ലെസ് ചെയ്ത നമ്പറാണ് ഇയാൾ എഴുതിയിട്ട് പെട്ടിയിലിട്ടത്. അത് ഇയാൾക്ക് അറിയാം. അപ്പോൾ ഫസ്റ്റിൽ ധനു എഴുതിയ നമ്പർ 4,325 ആണ്. ഇയാൾ ഈ 20,000 മനസ്സിൽ കരുതി 20,000 2 പാർട്ടാക്കിയിട്ട് ഇയാൾ മനസ്സിൽ കരുതി. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇയാൾക്ക് 2 നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ 10,000 കിട്ടണം. ഇനി സെക്കൻഡ് പാർട്ടിൽ ഇവർ എഴുതാൻ പോകുന്ന ഈ 2 നമ്പർ എഴുതി കഴിഞ്ഞാലും ഇയാൾക്ക് 10,000 കിട്ടണം. എന്നിട്ട് അപ്പോൾ 20,000 ആയല്ലോ. ഇതിൽ നിന്ന് 2 കുറച്ചാൽ മതി അല്ലേ, 2 കുറച്ചാൽ മതി. അപ്പോൾ ഇയാൾ എഴുതിയ ഫസ്റ്റിൽ എഴുതിയിട്ട് ഇട്ട ഈ നമ്പർ ഇയാൾക്ക് കിട്ടും. ആണ് ഇയാൾ മനസ്സിൽ കരുതിയ ട്രിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും ഇയാൾ ഇനി നെക്സ്റ്റ് എഴുതാൻ പോവുക. അപ്പോൾ ധനു 4,325 എഴുതി കഴിഞ്ഞതിന് ശേഷം മജീഷ്യൻ 5,674 എങ്ങനെയാണ് എഴുതിയത്? ഈ 2 നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് 10,000-ൽ നിന്ന് 1 കുറഞ്ഞ നമ്പർ 9,999 കിട്ടണം അല്ലേ. അപ്പോൾ 9,999 ആണ് ഇയാൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 9,999 കിട്ടാൻ വേണ്ടി ഈ ധനു എഴുതി ഈ 4,325 ഈ 9,999 നിന്ന് കുറച്ചാൽ മതി അല്ലേ. 5,674 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഈ നമ്പറാണ് ഇയാൾ മജീഷ്യൻ രണ്ടാമത് എഴുതിയ നമ്പർ. ശരിയല്ലേ. മജീഷ്യൻ സെക്കൻഡായിട്ട് എഴുതിയ നമ്പർ 5,674 ആണ് എഴുതിയത് അല്ലേ. ഇനി നെക്സ്റ്റ് അപ്പോൾ ഇയാൾക്ക് ഇത് രണ്ടും തമ്മിൽ കൂട്ടുന്ന സമയത്ത് 9,999 കിട്ടി. ഇനി നെക്സ്റ്റ് മൂന്നാമതായിട്ട് ധനുവോട് വീണ്ടും ഒരു നമ്പർ എഴുതാൻ പറയുന്നു. ധനു 1,408 എഴുതി. ഇനി നെക്സ്റ്റും വീണ്ടും ഇയാൾക്ക് എന്ത് ചെയ്യണം, ഈ 2 നമ്പറും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര തന്നെ കിട്ടണം, 9,999 കിട്ടണം. കാരണം എന്താണ്, 20,000-ൽ 2 കുറഞ്ഞ നമ്പറാണ് 19,998 ഇയാൾ എഴുതിയിട്ട് ആദ്യം പെട്ടിയിലിട്ട നമ്പർ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 9,999 കിട്ടി. ഇനി ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 9,999 കിട്ടണം. അപ്പോൾ 2 തമ്മിൽ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും, 19,998. അതായത് 20,000-ൽ 2 കുറഞ്ഞ നമ്പർ കിട്ടും. ഇത് 1 കുറഞ്ഞ നമ്പറാണ്, ഇതും 1 കുറഞ്ഞ നമ്പറാണ്. ഇനി നിങ്ങൾ ഇതും ഇയാൾ അതായത് ധനു എഴുതിയ നമ്പർ ഉണ്ടല്ലോ 1,408 ഈ 9,999 നിന്ന് കുറച്ച് നോക്കിയിട്ടാണ് ഇയാൾ ഏത് നമ്പർ എഴുതിയത്, ലാസ്റ്റ് 4th നമ്പർ എഴുതിയത്. നമുക്ക് കുറച്ച് നോക്കാം. 8,591 ആണ് കിട്ടുന്നത്. നോക്കുക. അപ്പോൾ ഇവിടെ ഈ നമ്പർ ഇയാൾ എഴുതിയത് എങ്ങനെയാണ്, 9,999-ൽ നിന്ന് 1,408 മൈനസ് ചെയ്തിട്ടാണ് 8,591 എഴുതിയത്. ഇനി ഇയാൾക്കൊന്നും പേടിക്കാനില്ല അല്ലേ. കാരണം എന്താണ്, ഇത് രണ്ടും തമ്മിൽ കൂട്ടുന്ന സമയത്ത് 9,999 കിട്ടി. ഇത് രണ്ടും തമ്മിൽ കൂട്ടുന്ന സമയത്ത് 9,999 കിട്ടി. ഇനി ഷുവറായിട്ടും ഇത് രണ്ടും തമ്മിൽ കൂട്ടുന്ന സമയത്ത് എന്ത് കിട്ടും, ഇത് 10,000-ൽ നിന്ന് 1 കുറഞ്ഞതാണ്, ഇതും 10,000-ൽ നിന്ന് 1 കുറഞ്ഞതാണ്. അപ്പോൾ 20,000-ൽ നിന്ന് 2 കുറഞ്ഞ നമ്പർ കിട്ടിയല്ലേ. ഏതാണ് 20,000 2 കുറഞ്ഞ നമ്പർ, 19,998. ഇതാണ് ഇയാളുടെ മാജിക് ട്രിക്ക്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോട്ടോ കോർണർ. ധ്വനി ആൻഡ് ധനു ടുക്ക് ദെയർ ഫോട്ടോസ് അറ്റ് ദ ഫോട്ടോ കോർണർ. ധ്വനിയും ധനുവും അവരുടെ ഫോട്ടോസ് എടുത്തു. ടേക്ക് എ നമ്പർ ഓൺ ദ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയിലുള്ള ഒരു നമ്പർ എടുക്കൂ. റിവേഴ്സ് ഇറ്റ്സ് ഡിജിറ്റ്സ് ആൻഡ് ആഡ് ദ 2 നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ധനു എടുത്തത് 4,123 ആണ് ധനു സെലക്ട് ചെയ്ത നമ്പർ. ഇതിനെന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. അതായത് 4,123 എന്നുള്ള നമ്പർ ഇതിനെ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ 4,123 ഇതിനെ റിവേഴ്സ് ചെയ്താൽ എങ്ങനെയാണ്, ലാസ്റ്റുള്ള നമ്പർ ഫസ്റ്റിലല്ലേ, ബാക്ക് നിന്ന് മുമ്പോട്ടേക്ക് വായിക്കുക. 3,214. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടുക. 7,337 7,337 അല്ലേ. അപ്പോൾ ധനു സെലക്ട് ചെയ്ത നമ്പറിൻ്റെ സമ്മ് കിട്ടിയത് 7,337 ആണ് കിട്ടിയത്. ധ്വനി സെലക്ട് ചെയ്ത നമ്പർ ഏതാണ്, 4,002 ആണ്. 4,002 ബട്ടർഫ്ലൈയിൽ ഇവിടെയുണ്ട്.
4002 ആണ് സെലക്ട് ചെയ്തത്. ഇതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാകും? 2004 എന്നാകും അല്ലേ? സം എത്രയായിരിക്കും? 4002 പ്ലസ് 2004 6006 ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബട്ടർഫ്ലൈയിലുള്ള എല്ലാ നമ്പേഴ്സും ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് ഈ നമ്പറും അതിനെ റിവേഴ്സ് ചെയ്ത നമ്പറും തമ്മിൽ സമ്മ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ സം ഉണ്ടല്ലോ, ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതാണ് നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് നമുക്ക് കിട്ടിയ നമ്പർ ഏതൊക്കെയാണ്? 7337, 4554, 5335, 6446, 6006, 3553. ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്, അതായത് ഇരുവഴി സംഖ്യകൾ. ഇപ്പോൾ 7337 ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് വായിക്കുമ്പോഴും എന്തുതന്നെയാണ്? 7337 തന്നെയാണ്. ഇനി ബാക്ക് മുമ്പോട്ടേക്ക് വായിച്ച് നോക്കുക, അപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഞാൻ വായിക്കുക? 7337 അല്ലേ? എല്ലാ നമ്പേഴ്സും, നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നമ്പേഴ്സും ഇതേ രീതിയിലാണ് വരുന്നത് അല്ലേ? ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ്? നമ്പേഴ്സ് വിച്ച് ആർ ദ സെയിം വെൻ റീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിക്കുമ്പോഴും സെയിം തന്നെയാണ്, ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോഴും സെയിം തന്നെയാണ്. ആർ കോൾഡ് പാലിൻഡ്രോമിക് നമ്പേഴ്സ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രവർത്തനമുണ്ട്. ഡു വി ഗെറ്റ് എ പാലിൻഡ്രോം വെൻ വി ടേക്ക് എനി 4-digit നമ്പർ, റിവേഴ്സ് ദ ഡിജിറ്റ്സ് ആൻഡ് ആഡ് ടു ദ ഒറിജിനൽ നമ്പർ, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. എന്താണ് പ്രവർത്തനം? ഡു വി ഗെറ്റ് എ പാലിൻഡ്രോം. നിങ്ങൾക്കൊരു പാലിൻഡ്രോം കിട്ടുമോ? എന്താണ് പാലിൻഡ്രോം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിക്കുമ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോഴും ഒരേ രീതിയിൽ വായിക്കാൻ പറ്റുന്ന നമ്പേഴ്സാണ് പാലിൻഡ്രോംസ് അല്ലേ? അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു 4 അക്ക സംഖ്യ എടുത്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതുക, എന്നിട്ട് അത് രണ്ടും തമ്മിലുള്ള സമ്മ് കാണുക. നിങ്ങൾക്ക് പാലിൻഡ്രോംസ് കിട്ടുമോ? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം അല്ലേ? ഒരു 4-digit നമ്പർ, ഇതിലില്ലാത്ത വേറൊരു 4-digit നമ്പർ എഴുതാം. 2815. ഇതിനെ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ 5182. രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക 7997. പാലിൻഡ്രോമാണ് കിട്ടിയത് അല്ലേ? കാരണം എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിക്കുമ്പോഴും 7997 എന്നാണ് വായിക്കുക. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോഴും എങ്ങനെ തന്നെയാണ്? 7997 എന്ന് തന്നെയാണ് വായിക്കുക അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പേഴ്സാണ് പാലിൻഡ്രോംസ്. അപ്പോൾ നിങ്ങളും ഇനിയും 4-digit നമ്പേഴ്സ് എടുക്കുക, അത് ചെക്ക് ചെയ്യുക. 4-digit നമ്പേഴ്സ് എടുത്ത് അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതുക, സമ്മ് കാണുക. അപ്പോൾ കിട്ടുന്ന നമ്പർ പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ 4-digit നമ്പേഴ്സും ഇതുപോലെ കിട്ടുമോ? ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് 10,000-ൽ കൂടുതൽ, അതായത് സമ്മ് നമ്മൾക്കിപ്പോൾ ഈ കിട്ടിയ തുകയുണ്ടല്ലോ, ഇത് 7997 10,000-ൽ കുറവാണ്. ഈ സമ്മ് കിട്ടുന്നത് 10,000-ൽ കൂടിക്കഴിഞ്ഞാൽ പാലിൻഡ്രോംസ് കിട്ടില്ല. കുറവ് വരുന്ന നമ്പർ മാത്രമേ പാലിൻഡ്രോമായിട്ട് വരികയുള്ളൂ. നിങ്ങളും ചെക്ക് ചെയ്യുക. എന്നിട്ട് വ്യത്യസ്തമായ രീതിയിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു പ്രവർത്തനം കൂടിയുണ്ട്. ആൻസർ ബ്ലൂംസ്. ദ സം ഗോട്ട് ബൈ റിവേഴ്സിങ് ആൻഡ് ആഡിങ് ദ നമ്പേഴ്സ് ഓൺ ദ ബട്ടർഫ്ലൈ ആർ ഓൺ ദ ഫ്ലവേഴ്സ്. അതായത് നമ്മൾ മുകളിൽ ബട്ടർഫ്ലൈയുടെ നമ്പേഴ്സ് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് സമ്മ് കണ്ടല്ലോ, തുക കണ്ടില്ലേ? ആ തുകകളാണ് ഇവിടെ താഴെയുള്ള ഈ ഫ്ലവേഴ്സിൽ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സംസ്, ആ തുകകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫ്ലവറിൽ കളർ കൊടുക്കുക. ഫസ്റ്റ് സമ്മ് 7337, ഫ്ലവറിന് ഭംഗിയായിട്ട് കളർ ചെയ്യുക. നെക്സ്റ്റ് 4554, നെക്സ്റ്റ് 5335, നെക്സ്റ്റ് 6446, നെക്സ്റ്റ് 6006, നെക്സ്റ്റ് 3553. എല്ലാ ഫ്ലവേഴ്സിനും നല്ല നീറ്റായിട്ട് കളർ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പ്രവർത്തനം ലെറ്റ്സ് ഫൈൻഡ് ദ സം. ഇവിടെ രണ്ടിൻ്റെ സമ്മ് കണ്ടിട്ട് നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക. ഓക്കെ. നെക്സ്റ്റ് ഗെയിം കോർണർ. ധനു ആൻഡ് ധ്വനി ആർ പ്ലേയിങ് എ കാർ റേസിംഗ് ഗെയിം ഇൻ ദ കമ്പ്യൂട്ടർ. ധനുവും ധ്വനിയും കമ്പ്യൂട്ടറിൽ ഒരു കാർ റേസിംഗ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സി ദ പോയിൻറ്റ്സ് വാരീസ് പ്ലേസ് കോട്ടെ. അപ്പോൾ ഇവർക്ക് കിട്ടിയ പോയിൻറ്റ്സ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ധനുവിന് കിട്ടിയ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ധ്വനിക്ക് കിട്ടിയ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. നന്മക്ക് കിട്ടിയ പോയിൻറ്റ്സും മിനിക്ക് കിട്ടിയ പോയിൻറ്റ്സും ഒക്കെ റൗണ്ട് 1ഉം റൗണ്ട് 2 ആയിട്ട് വ്യത്യസ്ത രീതിയിൽ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളത് നോക്കുക എത്ര പോയിൻറ്റ്സ് ആണെന്ന്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ധനു സ്കോർഡ്. അപ്പോൾ ധനുവിന് കിട്ടിയ ടോട്ടൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണ് കാണേണ്ടത്.
ധനുവിന് കിട്ടിയ ടോട്ടൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഏതാണ്? ധനു അല്ലേ, റൗണ്ട് 1-ൽ 2143യും റൗണ്ട് 2-ൽ 1457 അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അത് മെത്തേഡ് 1-ൽ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. 2143 പ്ലസ് 1457 എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് റൗണ്ട് 1-ൽ മെത്തേഡ് 1, അതായത് ഒന്നാമത്തെ രീതിയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും 3600 ആണ് കിട്ടിയത്. ഇനി മെത്തേഡ് 2 രണ്ടാമത് വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിലും ധനുവിൻ്റെ പോയിൻറ്റ് 3600 ആണ് കിട്ടിയത്. ഇനി വേറൊരു അനദർ വേയിൽ വീണ്ടും കണ്ടിട്ടുണ്ട്, സാധാരണ നമ്മൾ കൂട്ടുന്ന രീതിയിൽ താഴത്തായിട്ട് കൂട്ടുന്ന രീതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും 3600 ആണ് കിട്ടിയത്. നിങ്ങൾക്കും ഇതേ രീതിയിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ഒരുപാട് മെത്തേഡ്സിൽ നമുക്ക് സമ്മ് കാണാം, തുക കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് നോക്കാം. സമ്മ്, തുക കാണുന്ന വ്യത്യസ്ത മെത്തേഡ്സാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഓരോ രീതിയിലും ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്യാൻ യു ഗസ് ഹു ഓൾ ഗോട്ട് മോർ ദാൻ 3000 പോയിൻറ്റ്സ് ഇൻ ദ കാർ റേസിംഗ് ഗെയിം? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഇതിൽ ആർക്കൊക്കെയാണ് 3000-ൽ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവുക? അതായത് നിങ്ങൾ മനസ്സിൽ കൂട്ടി നോക്കണം ആർക്കൊക്കെ 3000-ൽ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് ധനുവിന് 3600 കിട്ടിയല്ലേ. അപ്പോൾ ധനുവിന് 3000-ൽ കൂടുതലാണുള്ളത്. ഇനി ധ്വനിക്ക് കിട്ടുമോ? 3000-ൽ കൂടുതൽ കിട്ടുമോ? നമ്മൾക്ക് മനസ്സിൽ ഏകദേശം കണക്കൂട്ടി നോക്കാം. എങ്ങനെയാണ് ധ്വനിയുടെ പോയിൻ്റ്? എങ്ങനെയാണ് 1148 പ്ലസ് 2067 ആണല്ലേ. അപ്പോൾ ഈ 1000-ഉം 2000 കൂടുമ്പോൾ തന്നെ 3000 ആയി. അപ്പോൾ നമ്മൾക്ക് ഷുവർ ആണെന്ത്, ഇത് 3000-ൽ കൂടുതൽ വരും അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നന്മയുടെ നോക്കാം. ഇത് 1000-ഉം ഇവിടെയും 1000 ആണ് ഉള്ളത് അല്ലേ. നെക്സ്റ്റ് 100-ൻ്റെ പ്ലേസിലോ 600-ഉം 100 ആണുള്ളത്. അപ്പം ഏകദേശം 700 ആകുന്നുള്ളൂ അല്ലേ. നമ്മൾക്ക് ഏകദേശം ഊഹിക്കാം അത് 3000 താഴെ ആയിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുന്നു അല്ലേ, വിചാരിക്കുന്നു. ഇനി മിനിയുടെ പോയിന്റ് നമ്മൾ ഏകദേശം നോക്കുക. 1000-ഉം 1000 ആണുള്ളത്. അപ്പോൾ 2000. ഇനി നെക്സ്റ്റ് 100-ൻ്റെ പ്ലേസിൽ 800-ഉം 100 ആണുള്ളത്. അപ്പോൾ അവിടെയും ഒരു 900 ആണ് കിട്ടുന്നത്. ഏകദേശം 3000 വരും അല്ലേ. ഇത് രണ്ടും തമ്മിൽ കൂടിക്കഴിഞ്ഞാൽ 3000 ആണ് കിട്ടുക. 3000-ൽ കൂടുതലാവില്ല. അപ്പോൾ നമ്മളിവിടെ ഊഹിച്ചത് നിങ്ങൾ എന്ത് എഴുതും? ഞാൻ എഴുതുന്നത് ധനുവിനും ധ്വനിക്കും മാത്രമാണ് 3000-ൽ കൂടുതൽ എന്ന് എഴുതുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ ഗസ് ധനു ആൻഡ് ധ്വനി ഗോട്ട് മോർ ദാൻ 3000 പോയിൻറ്റ്സ്. യു ഗസ് റൈറ്റ്, നിങ്ങൾ ഊഹിച്ചത് ശരിയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ധനുവിന് കിട്ടിയ പോയിന്റ് നമ്മൾ ഫസ്റ്റിലേ കണ്ടു അല്ലേ, 3600 കിട്ടി. അപ്പോൾ അത് ശരി തന്നെയാണ്. ഇനി ധ്വനിക്ക് കിട്ടിയ പോയിന്റ് എത്രയാണെന്ന് കൂട്ടി നോക്കാം നമ്മൾക്ക്. 1148 പ്ലസ് 2047. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 3215 ആണ് കിട്ടുക. നെക്സ്റ്റ് നന്മയുടെ പോയിൻറ്റ്സും കൂടി ആഡ് ചെയ്യുക. നന്മയുടെ പോയിൻറ്റ്സ് 1654 പ്ലസ് 1188 അല്ലേ. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2842 ആണ്. ഇനി മിനിയുടെ പോയിൻറ്റ് 1876 പ്ലസ് 1124 ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 3000 ആണ്. ഇതിൽ 3000-ൽ കൂടുതൽ വരുന്ന പോയിൻറ്റ്സ് ആർക്കൊക്കെയാണുള്ളത്? ധനുവിനും ധ്വനിക്കും. ഇത് തന്നെയാണ് നമ്മൾ ഗസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ഗസ് ചെയ്ത് റൈറ്റ് ആണ് അല്ലേ, ശരിയാണ്. നെക്സ്റ്റ് ബാർഗെയിൻ സെയിൽ, ആദായ വിൽപ്പന. സീ ദ നോട്ടീസ് നോക്കൂ. റെഡ്യൂസ്ഡ് പ്രൈസ്, വില കുറച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ? അൾമറക്ക് 6500, വാഷിംഗ് മെഷീൻ 7200 റുപ്പീസാണ്. ഗ്യാസ് സ്റ്റവ് 2499 റുപ്പീസ്. നെക്സ്റ്റ് ടി വി 9999 റുപ്പീസ്. നെക്സ്റ്റ് മിക്സർ ഗ്രൈൻഡർ 3800 റുപ്പീസ്. കൂളർ 5500. കോട്ട് കട്ടിൽ 5999. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ എ കോട്ട് ആൻഡ് എ ടി വി ഫോർ ധ്വനീസ് ഹോം? ധ്വനിയുടെ വീട്ടിലേക്ക് ഒരു കോട്ടും ഒരു ടി വിയും വേണം. അപ്പോൾ എത്ര രൂപയാകും? രണ്ട് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. ഏതൊക്കെയാണ്? 9999 പ്ലസ് 5999 കൂട്ടുക. അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? നമ്മൾ താഴത്തായിട്ട് കൂട്ടേണ്ട കാര്യമില്ല അല്ലേ. കാരണം എന്താണ്, ഇവിടെ 9999 എന്ന് പറയുന്നത് 10,000-ന് 1 കുറഞ്ഞ സംഖ്യയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് 10,000 ആയിട്ട് മനസ്സിൽ കരുതുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? കൂട്ടിക്കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഇത് 10,000 ആണെങ്കിൽ 10,000-ൻ്റെ കൂടി 5999 കൂട്ടുമ്പോൾ എത്രയാകും? 15,999 അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് 1 കുറക്കാനുണ്ട്. അതായത് 10,000-ന് 1 കുറച്ചാണല്ലോ 9,999. അപ്പോൾ എന്ത് ചെയ്യുക? ടോട്ടൽ കിട്ടിയത് നമ്മൾക്ക് എത്രയാണ്? ഇപ്പോൾ 15,999 ആണ് കിട്ടിയത്. അതിൽ നിന്ന് ഈ 10,000-ൻ്റെ 1 കുറക്കുക അല്ലേ. അപ്പോൾ എത്രയാണ് ഉത്തരം? 15,998 റുപ്പീസ് ആയിരിക്കും ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് മണി ഫോർ എ ടി വി ആൻഡ് ആൻ അൾമറ? എത്ര രൂപയാകും ഒരു ടി വിക്കും ഒരു അൾമറക്കും? അതും ഇതേ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്ത രീതി ഉണ്ടല്ലോ, താഴത്തായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. ടി വിക്ക് 9999 റുപ്പീസാണ്, അൾമറക്ക് 6500 റുപ്പീസും. അപ്പോൾ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 9999 പ്ലസ് 6500 അല്ലേ? അപ്പോൾ എങ്ങനെ കൂട്ടാം? ഇത് നമ്മൾ 10,000 ആയിട്ട് തന്നെ കരുതുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 10,000നോട് ഈ 6500 കൂട്ടുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 16,500 അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? 10,000ന് 1 കുറഞ്ഞ നമ്പറാണ് 9999 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾക്കിപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 2 കൂടിയിട്ട് 16,500 ആണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. എത്രയായിരിക്കും വരിക അപ്പോൾ? 16,499. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മണി ഫോർ എ വാഷിംഗ് മെഷീൻ ആൻഡ് എ കോട്ട്? അപ്പം അതും ഇതേ രീതിയിൽ കൂട്ടുക. 7,200 പ്ലസ് കോട്ടിന് 5,999 അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യാം? ഇവിടെ 200 വരുന്നുണ്ട് അല്ലേ? ഇതിന് നമ്മൾക്ക് 6,000 ആയിട്ട് റൗണ്ട് ചെയ്യാം. അപ്പോൾ ഇത് 6,000 ആയല്ലോ. അപ്പോൾ ഈ 6,000 7,200 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 13,200 ആണ് കിട്ടുക അല്ലേ? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 13,200 കിട്ടും. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇത് 6,000 ആക്കാൻ വേണ്ടി ഇതിനോട് 1 കൂട്ടിയില്ലേ? 1 കൂട്ടിയല്ലോ. അപ്പോൾ അത് നമുക്ക് കുറക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രയാകും? 13,199. ഓക്കെ. നെക്സ്റ്റ്, എ പേഴ്സൺ ബോട്ട് സംതിങ് ഫ്രം ദ ഷോപ്പ് ആൻഡ് ഗേവ് എ ഷെഫ് ഓഫ് 100 rupee നോട്ട്സ് ആൻഡ് ഹി ഗോട്ട് 1 rupee ബാക്ക്. വാട്ട് ഡിഡ് ഹി ബൈ? ഒരാൾ എ പേഴ്സൺ ബോട്ട് സംതിങ്, എന്തോ സാധനം വാങ്ങി ഷോപ്പിൽ നിന്ന്, ആൻഡ് ഗേവ് എ ഷെഫ് ഓഫ് 100 rupee നോട്ട്സ്, ഒരു കെട്ട് 100 എണ്ണമുള്ള ഒരു കെട്ട് 100 രൂപയുടെ നോട്ട് കൊടുത്തു. ആൻഡ് ഹി ഗോട്ട് 1 rupee ബാക്ക്, എന്നിട്ട് അയാൾക്ക് 1 രൂപ തിരികെ കിട്ടി. വാട്ട് ഡിഡ് ഹി ബൈ? അയാൾ എന്തായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? അപ്പോൾ 100 എണ്ണമുള്ള 100ൻ്റെ ഒരു കെട്ട് നോട്ട്, 100 എണ്ണം ഉണ്ട്, 100ൻ്റെ ഒരു കെട്ട് നോട്ടാണ് അല്ലേ? അപ്പോൾ 100 × 100 എത്രയാണ്? 100 × 100 100 എണ്ണമുള്ള 100ൻ്റെ ഒരു കെട്ട് നോട്ട് അല്ലേ? എ ഷെഫ് ഓഫ് 100 rupee നോട്ട്സ്, 100 രൂപേൻ്റെ നോട്ടാണ് അല്ലേ? അപ്പോൾ 100 × 100 എത്രയാണ് കിട്ടുക? 10,000 അല്ലേ? 10,000. ഈ 10,000 ഇതിൽ നിന്ന് 1 രൂപ അയാൾക്ക് ബാക്കി കിട്ടി അല്ലേ? 1 rupee ഗെറ്റ് ബാക്ക്, 1 രൂപ ബാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10,000 നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 9,999 അല്ലേ? 999 റുപ്പീസ് വരുന്ന ഐറ്റം ഏതാണ് ഇതിൽ? ടി വി അല്ലേ? അപ്പം വാട്ട് ഡിഡ് ഹി ബൈ? എന്തായിരിക്കും അയാൾ വാങ്ങിയിട്ടുണ്ടാവുക? ടി വി, ടെലിവിഷൻ. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് 12,000 റുപ്പീസ് വിത്ത് യു, വാട്ട് ഓൾ തിങ്സ് വുഡ് യു ബൈ? റൈറ്റ് റീസൺസ് ഓൾസോ. നിങ്ങളുടെ കയ്യിൽ 12,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സാധനങ്ങളായിരിക്കും വാങ്ങുക? കാരണം എഴുതുക. ഏതൊക്കെ വാങ്ങാം നമ്മൾക്ക് 12,000 റുപ്പീസ് കയ്യിലുണ്ടെങ്കിൽ? അൾമറ വാങ്ങാം 6,500 അല്ലേ? ഇതിൻ്റെ കൂടെ എന്ത് വാങ്ങാം? ടി വി വാങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ? 12,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ 12,000 കൂടുതലാകും. പിന്നെ കൂളറും വാങ്ങാം അല്ലേ? അപ്പോൾ എത്രയാകും ടോട്ടൽ? 6,500 പ്ലസ് 5,500 എത്രയാണ്? 12,000 തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഇനി വേറെയും കോമ്പിനേഷൻസ് ഉണ്ട്. ഏതൊക്കെ വാങ്ങാം? കോട്ട്, കട്ടിലിൻ്റെ കൂടെ എന്ത് വാങ്ങാം? ഗ്യാസ് സ്റ്റവ് വാങ്ങാം, അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡർ വാങ്ങാം അല്ലേ? മിക്സി വാങ്ങാം. നെക്സ്റ്റ്, ബാറ്റിംഗ് കോർണർ. ധനു ആൻഡ് ധ്വനി കെയിം ടു ദ ബാറ്റിംഗ് കോർണർ. ധനുവും ധ്വനി ബാറ്റിംഗ് കോർണറിലെത്തി. ഈച്ച് പ്ലെയർ ക്യാൻ ബാറ്റ് ഫോർ 3 ഓവേഴ്സ്. ഓരോ പ്ലെയേഴ്സിനും 3 ഓവർ ബാറ്റ് ചെയ്യാം. പോയിൻറ്റ്സ് ആർ ഗിവൺ ആഫ്റ്റർ ഈച്ച് ഓവർ. ഓരോ ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് പോയിൻറ്റ്സ് കൊടുക്കുന്നത്. സി ദ പോയിൻറ്റ്സ് ദ 3 ചിൽഡ്രൻ ഗോട്ട്. 3 ആൾക്കും കിട്ടിയ പോയിൻറ്റ്സ് നോക്കൂ. ധനുവിന് കിട്ടിയ പോയിൻറ്റ്സ് എങ്ങനെയാണ്? ഈ 3 എണ്ണവും കൂട്ടി നോക്കുക അല്ലേ? ആഡ് ചെയ്യുക. ഇനി ജിൻസിക്ക് കിട്ടിയ പോയിൻറ്റ് ഇത് 3ഉം ആഡ് ചെയ്യുക. ധ്വനിക്ക് കിട്ടിയ പോയിൻറ്റ് ആഡ് ദീസ് 3. പ്രൈസ് എങ്ങനെയാണ് കിട്ടുക? ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് ഫോർ ടോട്ടൽ പോയിൻറ്റ്സ് മോർ ദാൻ 7,000. 7,000 കൂടുതൽ പോയിന്റ് കിട്ടിയവർക്ക് ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് സമ്മാനമായിട്ട് കിട്ടും. അപ്പോൾ സ്കോർ കാർഡ് നോക്കാം. ധനുവിന് കിട്ടിയ പോയിൻറ്റ്സ് എങ്ങനെ എഴുതാം? പോയിന്റ് സ്കോർഡ് ഏതൊക്കെയാണ്? 2,343 പ്ലസ് 1,465 പ്ലസ് 3,657. ടോട്ടൽ എത്രയാണ്? 7,465. നെക്സ്റ്റ്, ജിൻസിക്ക് 2,344, 3,555, 2,600. ടോട്ടൽ എത്രയാണ്? 8,499. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, ധ്വനിക്ക് 2,279, 3,000
346 പ്ലസ് 1592 മൂന്നും ആഡ് ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. എത്രയാണ് കിട്ടുക? 7216. ഹൂ ഓൾ വൺ ടിക്കറ്റ്സ് ഫോർ ദ ഡ്രാഗൺ ട്രെയിൻ? ആർക്കൊക്കെയാണ് ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുക? അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തതിൽ എല്ലാം 7000 കൂടുതൽ വരുന്നുണ്ട് അല്ലേ ഇവിടെ ടോട്ടൽ കിട്ടിയതിൽ. അപ്പോൾ എല്ലാവർക്കും 3 പേർക്കും എന്ത് കിട്ടി? ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആർക്കൊക്കെയാണ്? ധനു, ജിൻസി ആൻഡ് ധ്വനി. നെക്സ്റ്റ് റിവ്യൂ ആക്ടിവിറ്റീസ് ആണ്. കാൽക്കുലേറ്റ് ദ സംസ് ആൻഡ് റൈറ്റ് ഇൻ ദ സർക്കിൾസ്. തുക കണക്കാക്കിയിട്ട് സർക്കിൾസിൽ എഴുതുക. ടു ഗെറ്റ് ദ നമ്പർ ഇൻ സർക്കിൾ എ, സർക്കിൾ എയിലുള്ള നമ്പർ കിട്ടാൻ വേണ്ടി കാൽക്കുലേറ്റ് 2850 പ്ലസ് 1400. അതായത് ഈ സർക്കിളിലുള്ള എ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇതും തമ്മിൽ കൂട്ടുക. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ് എ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിയും സിയും ഡിയും ഇയും കണ്ടുപിടിക്കുക. എങ്ങനെ കാണാം? എ കിട്ടുന്നത് അറ്റത്തുള്ള ഈ രണ്ട് നമ്പേഴ്സ് കൂട്ടിയ തുകയാണ് എ അല്ലേ, നടുക്കുള്ള എ. അങ്ങനെയാണെങ്കിൽ ബി എത്രയായിരിക്കും? ഇത് രണ്ടും ഈ അറ്റത്തുള്ള രണ്ട് നമ്പേഴ്സും 2850 പ്ലസ് 1875 ആയിരിക്കും ബി അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുക? 4725. ഇനി നെക്സ്റ്റ് സി ആണ് കാണേണ്ടത് അല്ലേ. സി കാണാൻ വേണ്ടി നമുക്ക് ഡി ഇവിടെ കിട്ടണം അല്ലേ. അപ്പോൾ ബി നമ്മൾക്ക് കിട്ടിയ എത്രയാണ്? 4750 കിട്ടിയിട്ടുണ്ടല്ലേ. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് അപ്പോൾ ഡി കിട്ടിയില്ല. ഡിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നടുക്കുള്ള സി കാണാൻ പറ്റൂ അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾക്ക് എന്ത് കാണാം? ഡി കണ്ടുപിടിക്കാം, അതിനുശേഷം സി കാണാം. ഇവിടെ ഡി കാണാൻ പറ്റും. അറ്റത്തുള്ള 1400ഉം 3650യും കൂട്ടുക അല്ലേ, ആഡ് ചെയ്യുക. അപ്പോൾ നടുക്കുള്ള ഡി കിട്ടും. രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുക 5050 ആണ്. ഇനി നമ്മൾക്ക് സി കാണാം അല്ലേ. സി എങ്ങനെ കാണാം? ബിയും 4725 പ്ലസ് ഡി എത്ര കിട്ടി? 5050 കിട്ടി അല്ലേ. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയ സമ്മാണ് സി അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുക? രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ 9775 ആണ് സി. ഇനി നെക്സ്റ്റ് ഇ കാണാം. ഇ എങ്ങനെയാണ് കാണേണ്ടത്? 1875 പ്ലസ് 3650 5525 ആണ് ഇ. ഓക്കെ. നെക്സ്റ്റ് റൈറ്റ് ദ നെക്സ്റ്റ് 5 നമ്പേഴ്സ്. അടുത്ത 5 നമ്പേഴ്സ് എഴുതുക. 4100, 5100, 6100. അടുത്ത നമ്പർ എത്രയായിരിക്കും? 1000 കൂടിക്കൂടി 1000 കൂടിക്കൂടി വരുന്ന പാറ്റേൺ ആണ്. 7100, 8100, 9100, 10000, 100 and 11100. നെക്സ്റ്റ് 2352, 2852, 3332. നെക്സ്റ്റ് 5 നമ്പേഴ്സ് എഴുതുക. അപ്പോൾ ഇവിടെ സെയിം നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റിൽ 2352 ഉള്ളത് നെക്സ്റ്റ് 2852 ആയി. അടുത്തതിൽ 3352 അല്ല 32 ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 20 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ 500 ആണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടാമത് 480 ആഡ് ചെയ്യുന്നുള്ളൂ, അതായത് 20 കുറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്പർ 4020 കുറഞ്ഞിട്ട് 4060 മാത്രമേ ആഡ് ചെയ്യണ്ടൂ. നെക്സ്റ്റ് അടുത്തതിൽ 440 മാത്രമേ ആഡ് ചെയ്യണ്ടൂ. നെക്സ്റ്റ് അടുത്തതിൽ 420 മാത്രമേ ആഡ് ചെയ്യണ്ടൂ. അങ്ങനെ കുറഞ്ഞ് ആഡ് ചെയ്യുന്ന പാറ്റേൺ ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ കാണാൻ വേണ്ടി 3332ഓട് 460 ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുക എത്രയായിരിക്കും? 3792. ഇനി 440 ആഡ് ചെയ്യുക. 4232 കിട്ടും. നെക്സ്റ്റ് 420 ആഡ് ചെയ്യുക. 4652. നെക്സ്റ്റ് 400 ആഡ് ചെയ്താൽ 5052. നെക്സ്റ്റ് 380 ആഡ് ചെയ്യുക. 5432. നെക്സ്റ്റ് 1000, 2111, 3222. നെക്സ്റ്റ് നമ്പർ എങ്ങനെയായിരിക്കും? എത്രയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്? 1000 കൂടെ 1111 ആഡ് ചെയ്യുമ്പോഴാണ് 2111 ആകുന്നത്. അതിൻ്റെ കൂടെ 1111 തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സെയിം പാറ്റേണിൽ ആഡ് ചെയ്ത് പോയാൽ മതി. എത്ര കൂട്ടുക?
1111 തന്നെ എല്ലാറ്റിൻ്റെ കൂടെയും ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും പാറ്റേൺ? 4333, 5444, 6555, 7666, 8777. Next 2839, 3748, 4657. ഇത് നമ്മൾക്ക് മൈനസ് ചെയ്തിട്ട് നോക്കാം. അതായത് സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്ത് നോക്കാം. 909 ആണ് കിട്ടുന്നത്. ഇനി തേർഡ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പർ മൈനസ് ചെയ്യുക. അവിടെ 909 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരേ നമ്പർ സെയിം പാറ്റേണിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. എല്ലാ നമ്പേഴ്സിൻ്റെയും കൂടെ 909 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾക്ക് 4657 കൂടെ 909 ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 5566. നെക്സ്റ്റ് 6475, 7384, 8293, 9202. ഓക്കെ. നെക്സ്റ്റ് വാട്ട് ഈസ് എ നമ്പർ ഇൻ ദ എംപ്റ്റി സെൽ? ഒഴിഞ്ഞ കളത്തിലെ സംഖ്യ ഏതാണ്? എങ്ങനെ കാണാം? 1500ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ്, എത്ര ആഡ് ചെയ്താലാണ് 1750 ആകുന്നത്? 250 അല്ലേ? ഇനി 1750യോട് 300 ആഡ് ചെയ്യുമ്പോഴാണ് 2050 ആകുന്നത്. അപ്പോൾ ഈ അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ 350 ആഡ് ചെയ്യുക അല്ലേ? 2050 പ്ലസ് 350 എത്രയായിരിക്കും? 2400 അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി 2400 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഷൂട്ടിംഗ് ടാർജറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. ഇവിടെയുള്ള ഷൂട്ടിംഗ് ടാർജറ്റ് നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പോയിൻറ്റ്സ് വുഡ് ബി സ്കോർഡ് ഇഫ് വൺ ഹിറ്റ്സ് ഈച്ച് ഓഫ് ദ സർക്കിൾ വൺസ്? എത്ര പോയിൻ്റ് ലഭിക്കും? ഒരാൾ ഓരോ കളത്തിലും ഒരു തവണ വീതം ഷൂട്ട് ചെയ്താൽ എത്ര പോയിൻ്റ് ലഭിക്കും? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 1000 പ്ലസ് 100 പ്ലസ് 10 പ്ലസ് 1 എത്രയാണെന്ന് കണ്ടാൽ മതി അല്ലേ? 1111. അപ്പോൾ ആൻസർ എത്രയാണ്? 1111. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 20 ഹിറ്റ് ദ 1000 സർക്കിൾ 3 ടൈംസ് ആൻഡ് ദ 10 സർക്കിൾ 2 ടൈംസ്. 20 എന്ത് ചെയ്തു? 1000ൻ്റെ കളത്തിൽ 3 തവണയും 10ൻ്റെ സർക്കിളിൽ 2 തവണയും ഷൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര പോയിൻ്റ് ആയിരിക്കും 20ക്ക് കിട്ടിയിട്ടുണ്ടാവുക? അപ്പോൾ എത്രയാണ്? 1000ൻ്റെ കളത്തിൽ 3 ടൈംസ് അല്ലേ? അപ്പോൾ 3000. നെക്സ്റ്റ് 10ൻ്റെ സർക്കിൾ, 100 സർക്കിളിൽ ഇല്ല, 10ൻ്റെ സർക്കിളിൽ 2 ടൈംസ്. അപ്പോൾ എത്രയാണ്? 20 അല്ലേ? 3000 പ്ലസ് 20 എത്രയാണ്? 3020. Next question, Thanu shot 10 times and scored 5140. Which are the circles be hit and how many times each? ധനു ഷൂട്ട് ചെയ്തത് 10 തവണയാണ് ഷൂട്ട് ചെയ്തത്, 10 ടൈംസ്. അപ്പോൾ ഇങ്ങനെ 10 ടൈംസ് ഷൂട്ട് ചെയ്യുമ്പോൾ അവന് കിട്ടിയ പോയിൻ്റ് എത്രയാണ്? 5140 ആണ് പോയിൻ്റ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സർക്കിൾ, വിച്ച് ആർ ദ സർക്കിൾസ് ബി ഹിറ്റ് ആൻഡ് ഹൗ മെനി ടൈംസ്, ഏതൊക്കെ സർക്കിളിൽ എത്ര തവണ വീതം ഷൂട്ട് ചെയ്തു, ഇതാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ പോയിൻറ്റ് 5140 ആണല്ലേ? അപ്പോൾ 1000 സർക്കിളിലേക്ക് 5000 5 ടൈംസ്. അപ്പോൾ എത്ര പോയിൻ്റായി? 5000 പോയിൻ്റായി അല്ലേ? 5 ടൈംസ് 1000 സർക്കിളിലേക്ക് ചെയ്യുമ്പോൾ 5000 പോയിൻ്റ് ആയല്ലോ. ഇനി 100 സർക്കിളിലേക്ക് 1 ടൈം ചെയ്തു. അപ്പോൾ എത്ര പോയിൻ്റ് കിട്ടി? 100 കിട്ടി. ഇനി 10ൻ്റെ സർക്കിളിലേക്ക് 4 ടൈംസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി പോയിൻ്റ്? 40 കിട്ടി അല്ലേ? 1ൻ്റെ സർക്കിളിലേക്ക് ചെയ്യണോ? വേണ്ട അല്ലേ? ഇത് തന്നെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0415 5140 കിട്ടുന്നുണ്ടല്ലേ? ഈ ആൻസർ കറക്റ്റ് ആയല്ലോ. 5 പ്ലസ് 1 6, 6 പ്ലസ് 4 10 ആയല്ലേ? 10 ടൈംസ് കിട്ടി. ഇവിടെ പോയിൻറ്റ്സ് എത്രയാണ് കിട്ടിയത്? 5 ടൈംസ് ആകുമ്പോൾ 5000 140 അല്ലേ? 10സിലേക്ക് 4. അപ്പോൾ മൊത്തം നമ്മൾക്ക് 5140 കിട്ടിയിട്ടുണ്ട്, പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്. ടൈംസ് എത്രയായി? 10 ടൈംസും കിട്ടി. അപ്പോൾ ഏതൊക്കെ സർക്കിൾസിലേക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ആൻസർ എഴുതാം? ഇൻ 1000 സർക്കിൾ 5 ടൈംസ്, 100 സർക്കിൾ 1 ടൈം ആൻഡ് 10 സർക്കിൾ 4 ടൈംസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഈ ടോട്ടൽ സ്കോറിൻ്റെ നമ്പേഴ്സ്
5 1 4 ഇതന്നെയാണ് ടൈംസും എത്ര തവണ എന്നുള്ളതും ഈ നമ്പേഴ്സ് അക്കങ്ങൾ തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് 5140 ആണ് ടോട്ടൽ പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ 1000ലേക്ക് 5 ടൈംസും 100ലേക്ക് 1 ടൈംസും 10ലേക്ക് 4 ടൈംസും ആണ്. അതായത് ഈ നമ്പേഴ്സിൻ്റെ തുക സമ്മാണ് 5 + 1 + 4 എത്രയാണ് 6 + 4 10 ആണ് അല്ലേ. ഈ 10 ടൈംസ് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്നതും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് കാണാനുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് ദ നമ്പേഴ്സ് ബിലോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ വിച്ച് ക്യാൻ ബി ദ ടോട്ടൽ സ്കോർ ഓഫ് 10 ഷോട്ട്സ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് 10 ഷോട്ട്സ് ടോട്ടൽ സ്കോറായിട്ട് വരുന്നത്. അതായത് 10 തവണ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ കണ്ട രീതിയിൽ അല്ലേ ഫസ്റ്റിന് മുകളിൽ ചെയ്തല്ലോ 5140. ഇത് എന്താണ് ഡിജിറ്റ്സിൻ്റെ സമ്മാണ് അല്ലേ ടൈംസ് കിട്ടുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും 10 ടൈംസ് 10 ഷോട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡിജിറ്റ്സിൻ്റെ സമ്മ് 10 വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. 4510 ആണ്. 4 + 5 9, 9 + 1 10. ഇവിടെ ഡിജിറ്റ്സിൻ്റെ സമ്മ് 10 ആണ് വരുന്നത്. അപ്പോൾ ഏതായിരിക്കും 4510. Next question. After many shots, one's total score was 3333. What is the minimum shots he must have fired? കുറേ ഷോട്ട്സിന് ശേഷം ഒരാളുടെ ടോട്ടൽ സ്കോർ 3333 ആണ്. വാട്ട് ഈസ് ദ മിനിമം ഷോട്ട്സ് ഹി മസ്റ്റ് ഹാവ് ഫയർഡ്? അയാൾ മിനിമം എത്ര തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും? മിനിമം, അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാണാം? അയാളുടെ സ്കോർ എത്രയാണ് 3333 അല്ലേ. അപ്പോൾ 1000ലേക്ക് 3 ടൈംസ്, 100ലേക്ക് 3 ടൈംസ്, 10ലേക്ക് 3 ടൈംസ്, 1ലേക്ക് 3 ടൈംസ്. അപ്പോൾ ഇതല്ലേ ഇത്രയും ടൈംസ് അല്ലേ അയാൾക്ക് മിനിമം ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എത്ര ടൈംസ് എന്ന് നമ്മൾക്ക് എങ്ങനെ കാണാം? ഈ ഡിജിറ്റ്സൊക്കെ, അതായത് ഇതിൻ്റെ ഡിജിറ്റ്സൊക്കെ ആഡ് ചെയ്താൽ മതി. 1000ലേക്ക് 3 ടൈംസ് 3 + 100ലേക്ക് 3 ടൈംസ് 3 + 10ലേക്ക് 3 3 + 3 3 + 4 3 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് 4 × 3 അല്ലേ 12 ടൈംസ് ആണ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.